Hi students, welcome to EduSpring classes. EduSpring ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് മുഴുവൻ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. +1 അക്കൗണ്ടൻസി എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. അതായത് എന്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ബാങ്കിലെ പാസ്ബുക്ക് ബാലൻസും ബിസിനസിന്റെ ക്യാഷ് ബാലൻസും തമ്മിൽ ഒന്ന് റീകൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അനുരഞ്ജനത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രധാനമായിട്ടും 4 മെത്തേഡ് ഇത് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ മെത്തേഡാണ് എന്ത്? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, അതായത് ക്യാഷ് ബുക്കിലെ ബാലൻസ് പ്രകാരം നമുക്ക് തയ്യാറാക്കാം. അതുപോലെ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്, പാസ്ബുക്കിലെ ബാലൻസ് പ്രകാരം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്, ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക്. ഇങ്ങനെ 4 മെത്തേഡിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാവുന്നതാണ്. അതിൽ എക്സാമിന് കൂടുതലും ചോദിക്കുന്ന ഒരു മെത്തേഡാണ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഈ ഒരു മെത്തേഡ് പ്രകാരം എങ്ങനെ ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മെത്തേഡ് ഏതാണ്? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഈ ഒരു മെത്തേഡ് പ്രകാരം ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറയുന്ന മുഴുവൻ ഐറ്റംസും ആഡ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ക്യാഷ് ബുക്കിലെ ബാലൻസിനെ കുറയുന്ന ഈ ഒരു ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറക്കുന്ന മുഴുവൻ ഐറ്റംസും എന്ത് ചെയ്യണം? ഈ ഒരു ബാലൻസിനോട് കൂടി ആഡ് ചെയ്യേണ്ടതാണ്. ഒന്ന് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഈ എമൗണ്ട് എന്താണ്? നമ്മൾ ഇവിടെ ഈ ഒരു എമൗണ്ട് എഴുതുന്നു. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കും. ആ ഒരു എമൗണ്ട് എന്താണ്? ഇവിടേക്ക് എടുത്ത് എഴുതുന്നു. അതിനോട് കൂടി ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്താണ് ആഡ് ചെയ്യുന്നത്? ഈ ഒരു ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കുറക്കുന്ന ഐറ്റംസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രധാനമായിട്ടും 5 ഐറ്റംസ് ആണ് ഒരു ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറക്കുന്ന ഐറ്റംസ്. അതാണ് ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തേതാണ് ഡയറക്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ കസ്റ്റമർ. ഒന്നാമത്തെ ഐറ്റം എന്താണ്? ഡയറക്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ കസ്റ്റമർ. ആ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിവിടെ റെക്കോർഡ് ചെയ്യുക. രണ്ടാമത്തെ ഐറ്റം ആണ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ഇതാണ് രണ്ടാമത്തെ ഐറ്റം. ഇതൊക്കെ ഈ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഇൻട്രസ്റ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ്, അതാണ് അതിന് എമൗണ്ട് ഇവിടെ എഴുതാവുന്നതാണ്. അതുപോലെ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെന്റ് എക്സെട്ര കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ്. ഇതാണ് ഫോർത്ത് ഐറ്റം. അതുപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. ക്യാഷ് എന്നാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ ക്യാഷ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ആ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കുറക്കുന്ന ഐറ്റമാണ് ആഡ് ചെയ്യേണ്ടതാണ്. ഇത്രയും ഐറ്റംസ് ആഡ് ചെയ്യണം. പ്രധാനപ്പെട്ട ഐറ്റംസ് ഏതൊക്കെയാണ്? ഡയറക്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ കസ്റ്റമർ, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ്. ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെന്റ് എക്സെട്ര കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ്. Cash deposited but not recorded in cash book. Cash book അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഈ 5 ഐറ്റംസ് ക്വസ്റ്റ്യനിൽ 5 ഐറ്റംസും ഉണ്ടാവണമെന്നില്ല. പക്ഷെ 5 ഐറ്റംസ് 3 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നത്. അത്രയും ഐറ്റംസ് നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ഒരു ബാലൻസിനോട് കൂടി ആഡ് ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയാലോ? അപ്പൊ നിങ്ങൾ ഇതിന്റെ മൊത്തം ടോട്ടൽ എന്ത് ചെയ്യാം? ഇങ്ങോട്ട് എഴുതാവുക. ടോട്ടൽ എന്ത് ചെയ്യാം? ഇവിടേക്ക് എടുത്ത് എഴുതുക. ശേഷം എന്ത് ചെയ്യാം? ഈ 2 എമൗണ്ട് പ്ലസ് ചെയ്ത് താഴേക്ക് ഇറക്കി എഴുതേണ്ടതാണ്. ക്ലിയർ ആയല്ലോ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാഷ് ബുക്കിലെ ബാലൻസിനെ കൂട്ടുന്ന, ക്യാഷ് ബുക്ക് ബാലൻസിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന മുഴുവൻ ട്രാൻസാക്ഷനും എന്ത് ചെയ്യണം? ലെസ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ക്യാഷ് ബുക്ക് ബാലൻസ് കുറയുന്ന മുഴുവൻ ഐറ്റംസും എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. നമ്മൾ ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട്
മുകളിലേക്ക് നിന്നാണ് ഓരോ ഐറ്റംസ് എടുത്ത് എഴുതുകയാണ്. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന മെത്തേഡ് പ്രകാരമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് പ്രകാരം ഈ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുന്ന ഇൻക്രീസ് ചെയ്യുന്ന മുഴുവൻ ഐറ്റംസും എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇപ്പൊ ക്യാഷ് ബുക്കിലെ ബാലൻസിനെ കൂട്ടുന്ന ഐറ്റംസ് ഏതൊക്കെയാണോ അതെല്ലാം പ്രോബ്ലത്തിൽ നിന്നും കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ലെസ് ചെയ്യണം. ഇപ്പൊ ഏതൊക്കെ ഐറ്റംസ് ആണ് ലെസ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ ഐറ്റംസ് ആണ് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്. ഏതാണ് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്? ബാങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ ഇതുവരെ അത് കളക്ട് ചെയ്തിട്ടില്ല. അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അതുപോലെ തന്നെ ബാങ്ക് ചാർജസ് ഡെബിറ്റഡ്. ബാങ്ക് എന്തെങ്കിലും ചാർജുകൾ നമ്മുടെ പാസ്ബുക്കിലേക്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യണം? ഇവിടെ ലെസ് ചെയ്യേണ്ടതാണ്. ഇവിടെ എന്താണ്? മൈനസ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് ഇനത്തിൽ എന്തെങ്കിലും പലിശ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് എന്താണ്? ലെസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ബിൽസ് ഡിസ്കൗണ്ടഡ് ഡിസ്ഹോണർ. അതായത് ഒരു ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു, അത് ഡിസ്ഹോണർ ആയി കഴിഞ്ഞാൽ, ആ ബില്ല് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? ക്യാഷ് ബുക്ക് ബാലൻസ് പ്രകാരം എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല്, റെന്റ്, ഫോൺ ബില്ല് എക്സെട്ര പെയ്ഡ് ബൈ ബാങ്ക്. അതായത് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് അതിന്റെ ഇലക്ട്രിസിറ്റി ബില്ല്, ഫോൺ ബില്ല്, മറ്റ് പേഴ്സണൽ സർവീസുകളൊക്കെ ബാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ടും എന്ത് ചെയ്യണം? ഈ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് പ്രകാരം മൈനസ് ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട 5 ഐറ്റംസ് ആണ് ലെസ് ചെയ്യാനുള്ളത്. എന്ത് ചെയ്യാം? ഇത് മൊത്തം ടോട്ടൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതുക. ഈ ഒരു ടോട്ടലിൽ നിന്നും ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്യാം? മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംഖ്യ ലഭിക്കും. ഈ സംഖ്യയാണ് എന്ത്? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇത്രയുമാണ് ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾ ഈ ഫോർമാറ്റ് എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് ഈ ഫോർമാറ്റ് പഠിച്ചെടുക്കുക. ഏറ്റവും മിനിമം എന്താണ്? ആഡ് ചെയ്യേണ്ട ഐറ്റംസ് പഠിച്ചെടുക്കുക. ആഡ് ചെയ്യേണ്ട ഐറ്റംസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? മറ്റുള്ള ഐറ്റംസ് ഒക്കെ എന്താണ്? ലെസ് ചെയ്യേണ്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കൂടുതലും എക്സാമിൽ നിന്നാണ് വരുന്നത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നുള്ള ഒരു പാർട്ടാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഈ പാസ്ബുക്ക് എന്ത് ചെയ്യും? ഇത്രയും ഐറ്റംസ് എന്ത് ചെയ്യും? മുകളിലേക്ക് വരും. ഇത്രയും ഐറ്റംസ് താഴേക്ക് വരും. ഇതാണ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. അപ്പം ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചാൽ എന്താണ്? മറ്റുള്ള മെത്തേഡ് എന്ത് ചെയ്യാം? അതിൽ നിന്ന് നമുക്ക് അത് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. ഇനി എന്താണ്? കൂടുതൽ പറയുന്നില്ല. ഇനി പ്രോബ്ലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന മെത്തേഡ് പ്രകാരമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് പ്രകാരം ഈ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുന്ന ഇൻക്രീസ് ചെയ്യുന്ന മുഴുവൻ ഐറ്റംസും എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഇപ്പൊ ക്യാഷ് ബുക്കിലെ ബാലൻസിനെ കൂട്ടുന്ന ഐറ്റംസ് ഏതൊക്കെയാണോ അതെല്ലാം പ്രോബ്ലത്തിൽ നിന്നും കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ലെസ് ചെയ്യണം. ഏതൊക്കെ ഐറ്റംസ് ആണ് ലെസ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ ഐറ്റംസ് ആണ് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്. ഏതാണ്? ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്. ബാങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ ഇതുവരെ അത് കളക്ട് ചെയ്തിട്ടില്ല. അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അതുപോലെ തന്നെ ബാങ്ക് ചാർജസ് ഡെബിറ്റഡ്. ബാങ്ക് എന്തെങ്കിലും ചാർജുകൾ നമ്മുടെ പാസ്ബുക്കിലേക്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യണം? ഇവിടെ ലെസ് ചെയ്യേണ്ടതാണ്. ഇവിടെ എന്താണ്? മൈനസ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് ഇനത്തിൽ എന്തെങ്കിലും പലിശ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് എന്താണ്? ലെസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ബിൽസ് ഡിസ്കൗണ്ടഡ് ഡിസ്ഹോണർ. അതായത് ഒരു ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു, അത് ഡിസ്ഹോണർ ആയി കഴിഞ്ഞാൽ, ആ ബില്ല് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? ക്യാഷ് ബുക്ക് ബാലൻസ് പ്രകാരം എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല്, റെന്റ്, ഫോൺ ബില്ല് എക്സെട്ര പെയ്ഡ് ബൈ ബാങ്ക്. അതായത് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് അതിന്റെ ഇലക്ട്രിസിറ്റി ബില്ല്, ഫോൺ ബില്ല്, മറ്റ് പേഴ്സണൽ സർവീസുകളൊക്കെ ബാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ടും എന്ത് ചെയ്യണം? ഈ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് പ്രകാരം മൈനസ് ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട 5 ഐറ്റംസ് ആണ്
ലെസ് ചെയ്യാനുള്ളത്. എന്ത് ചെയ്യാം, ഇത് മൊത്തം ടോട്ടൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതുക. ഈ ഒരു ടോട്ടലിൽ നിന്നും ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്യാം, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംഖ്യ ലഭിക്കും. ഈ സംഖ്യയാണ് എന്ത്, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇത്രയുമാണ് ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾ ഈ ഫോർമാറ്റ് എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് ഈ ഒരു ഫോർമാറ്റ് പഠിച്ചെടുക്കുക. ഏറ്റവും മിനിമം എന്താണ്, ആഡ് ചെയ്യേണ്ട ഐറ്റംസ് പഠിച്ചെടുക്കുക. ആഡ് ചെയ്യേണ്ട ഐറ്റംസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മറ്റുള്ള ഐറ്റംസ് ഒക്കെ എന്താണ് ലെസ് ചെയ്യേണ്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കൂടുതലും എക്സാമിൽ നിന്നാണ് വരുന്നത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നുള്ള ഒരു പാർട്ടാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ത്, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഈ പാസ്ബുക്ക് എന്ത് ചെയ്യും, ഇത്രയും ഐറ്റംസ് എന്ത് ചെയ്യും, മുകളിലേക്ക് വരും, ഇത്രയും ഐറ്റംസ് താഴേക്ക് വരും. ഇതാണ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. അപ്പം ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചാൽ എന്താണ്, മറ്റുള്ള മെത്തേഡ് എന്ത് ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് അത് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. ഇനി എന്താണ്, കൂടുതൽ പറയുന്നില്ല, ഇനി പ്രോബ്ലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇനി ക്വസ്റ്റ്യൻ വായിക്കാൻ പോവുകയാണ്. പ്രിപ്പയർ എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആസ് ഓൺ 31st March 2014. അതായത് 31st March 2014 ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അതിൽ നിന്നാണ് ഒന്നാമത്തേതാണത് ക്യാഷ് ബുക്ക് ബാലൻസ് ആസ് ഓൺ 31/3/2014. അപ്പോൾ എന്താണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആസ് ഓൺ, ഇവിടെ നിന്നാണ് ഡേറ്റ് രേഖപ്പെടുത്തേണ്ടതാണ്, ആസ് ഓൺ 31/3/2014. ഇനി ക്യാഷ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ആ ഡേറ്റിൽ എന്താണ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്ക് ബാലൻസ് ആസ് ഓൺ 31/3/2014 30,000 രൂപയാണ്, 30,000 രൂപ. അപ്പൊ ഈ ക്യാഷ് ബുക്ക് ബാലൻസ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതെന്ത് ചെയ്യാം, ഈ ഒരു കോളത്തിലേക്ക് നേരിട്ട് എഴുതുക. ഇനി രണ്ടാമത്തായിട്ടാണ് എന്ത്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്, അത് എന്താണ്, ആഡ് ചെയ്യേണ്ട ഐറ്റം ആണോ, അല്ലാതെ എന്താണ് ഈ ഒരു ക്യാഷ് ബുക്ക് പ്രകാരം ലെസ് ചെയ്യേണ്ട ഐറ്റം ആണ്. അതെന്താണ് താൽക്കാലികമായിട്ട് എന്താണ് അത് അവിടെ നിന്നാണ് ലെസ്സിലാണ് അത് എഴുതേണ്ടത്. ലെസ് എന്ത് ചെയ്യാം, നമുക്ക് രണ്ടാമതായിട്ട് എഴുതാം. ഇപ്പൊ ലെസ്സിലാണ് എന്ത് എഴുതേണ്ടത്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് എന്നുള്ള ഐറ്റംസ് എഴുതേണ്ടത്. ഇനി എന്താണ് സി നോക്കുക, ചെക്ക് ഗിവൻ ടു കുമാർ ബട്ട് നോട്ട് കളക്റ്റഡ്. അതായത് ചെക്ക് എന്താണ്, ചെക്ക് കുമാരന് ചെക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തു, പക്ഷെ ബാങ്കിൽ പോയിട്ട് എന്താണ് കുമാർ ഇതുവരെ അത് പേയ്മെന്റ് എന്താണ് നടത്തിയിട്ടില്ല. ഇപ്പൊ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് എന്നുള്ള ഐറ്റം ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ചെക്ക് എന്താണ് കുമാരന് കൊടുത്തു, ഇഷ്യൂ ചെയ്തു, പക്ഷെ അദ്ദേഹം എന്താണ് ബാങ്കിൽ നിന്ന് ഇതുവരെ ആരും എൻകാഷ് ചെയ്തിട്ടില്ല, അദ്ദേഹം ബാങ്കിൽ അത് പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ് അതിവിടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു സംഖ്യ എന്താണ് ഇവിടെ ആഡ് ചെയ്യേണ്ടതാണ്. അതായത് ചെക്ക് ഗിവൺ ടു കുമാർ ബട്ട് നോട്ട് കളക്റ്റഡ്. ചെക്ക് ഗിവൺ ടു കുമാർ, ചെക്ക് ഗിവൺ ടു കുമാർ ബട്ട് നോട്ട് കളക്റ്റഡ്. ബട്ട് നോട്ട് കളക്റ്റഡ് എമൗണ്ട് എത്രയാണ്, 7,000. ഇതാണ്, അതായത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കുമാരൻ ചെക്ക് ഇഷ്യൂ ചെയ്ത് ഇതുവരെ ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല, ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല. അതാണ് ഫസ്റ്റ് ഐറ്റം. അപ്പൊ അത് ആഡ് ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ ഐറ്റം. നെക്സ്റ്റ് ഐറ്റം നോക്കുക, രവി എ കസ്റ്റമർ മേഡ് ഡയറക്റ്റ് പേയ്മെന്റ് ടു ദ ബാങ്ക് അക്കൗണ്ട്. അതായത് രവി എന്ന കസ്റ്റമർ എന്നാണ്, അദ്ദേഹം നേരിട്ട് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് എന്നാണ് പേയ്മെന്റ് ചെയ്തു. അപ്പോൾ ഡയറക്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ കസ്റ്റമർ, ആ ഒരു ഐറ്റം ആണിത്. അപ്പൊ അതെന്താണ് ഡയറക്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ കസ്റ്റമർ എന്നുള്ളത് എന്താണ് ആഡ് ചെയ്യേണ്ട ഐറ്റം ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. രവി എ കസ്റ്റമർ, രവി എ കസ്റ്റമർ, അപ്പം രവി എ കസ്റ്റമർ മേഡ് എ ഡയറക്റ്റ് പേയ്മെന്റ്, മേഡ് എ ഡയറക്റ്റ് പേയ്മെന്റ്, made a direct payment to the bank. To the bank amount എത്രയാണ്, 11,000.
അപ്പോൾ 11,000 രൂപ. ഇനി ലാസ്റ്റ് ആയിട്ടാണ് എ സം ഓഫ് ₹6,000 ഡെപ്പോസിറ്റഡ് ഇൻ ടു ദ ബാങ്ക് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്. 6,000 രൂപ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ അത് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ്, ഏതാണ് ഈ ഐറ്റം? ചെക്ക് അതായത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക്, അല്ലെങ്കിൽ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്. ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ അത് എവിടെ എഴുതിയിട്ടില്ല? നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് റെക്കോർഡ് ചെയ്തില്ല. ആ ഒരു ഐറ്റം എന്താണ്? അത് ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. നേരത്തെ ഫോർമാറ്റിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എ സം ഓഫ് ₹6,000, എ സം ഓഫ് ₹6,000 deposited into bank, deposited but not recorded in cash book, എമൗണ്ട് എന്താണ്? 6,000. ഇനി എന്ത് ചെയ്യാം? ഈ മൂന്ന് സംഖ്യ തമ്മിൽ എന്താണ് നിങ്ങൾ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്താണ് 24,000 എന്ന് ലഭിക്കും. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഈ 30,000ഉം 24,000 തമ്മിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പോൾ 54,000 എന്ന് ആൻസർ ലഭിക്കും. 54,000. ഇനി ലെസ് ചെയ്യേണ്ട ഐറ്റം ആണെന്ത്? അതായത് ക്യാഷ് ബുക്ക് ബാലൻസിലെ കൂടുതൽ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അങ്ങനെ ഒരു ഐറ്റം മാത്രമാണെന്ത് നമ്മൾ ഇത് വായിച്ചപ്പോൾ കണ്ടത്, അതായത് ബി ആണ്. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. ചെക്ക് deposited but not collected. എമൗണ്ട് എത്രയാണ്? 4,000. ഇവിടെ ഐറ്റംസ് ഇല്ലാത്തത് കൊണ്ടതാണ് എമൗണ്ട് നേരെ ഇങ്ങോട്ട് എഴുതി 4,000. ഇനി 54,000 നിന്നും ഈ ഒരു 4,000 എന്ത് ചെയ്യാം? മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 50,000 എന്ന് ലഭിക്കും. 50,000 രൂപ. ഈ 50,000 രൂപ എന്താണ്? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ്. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഡിയർ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഒരു ക്ലാസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.